വീട്ടിൽ നട്ട് വളർത്തി ഉണ്ടാക്കിയ മുളകാണ്. അത് നല്ല പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പിച്ചെടുക്കുകയാണ്. ഒരു അടുത്ത വിത്ത് പാകാൻ വേണ്ടിയിട്ടേ നല്ല മുളകായിരുന്നു. ഇതുണ്ടോ, നല്ല എരിവുള്ള മുളകുമാണ്. അതുപോലെ തന്നെ നല്ല പിടിച്ച്, ഇത് ചൂട് സമയത്ത് ഈ ഇലയെല്ലാം കൂടെ നല്ല ഉണങ്ങി നിൽക്കുകയായിരുന്നു. ഒരു എന്തോ അസുഖം പിടിച്ച മാതിരി നിൽക്കുകയായിരുന്നു. അപ്പം നമ്മൾ വെട്ടിക്കളയാം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിന്നേ. പക്ഷെ അത് പിന്നീട് എന്ത് ചെയ്ത് നിർത്തി. ഇത് ഞാൻ ജോലി ചെയ്യുന്ന ദുബൈയിലെ അറബി വീട്ടിലെ കാഴ്ചകളാണ്. ഇവിടെ ഞാൻ റൂമിനോട് ചേർന്ന് കുറച്ച് കൃഷി പോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയിരുന്നു. അപ്പം കറിവേപ്പിലയുണ്ട്. കറിവേപ്പില നല്ല പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പപ്പായ അരി ഇട്ടതാണ്. കടയിൽ നിന്ന് പഴുത്ത് വന്ന പപ്പായയുടെ അരി എടുത്തിട്ടതാണ്. അത് കിളിച്ച് ഏകദേശം ഈ പരുവായിട്ടുണ്ട്. പിന്നെ ഉള്ളത് പിന്നെ 2-3 പപ്പായയും കൂടി ഇപ്പുറത്തുണ്ട്. അതൊരു ഏകദേശം ഈ പരുവായിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കടകളിൽ നിന്ന് കിട്ടുന്ന ചുവന്ന മുളകുണ്ട്, നല്ല ചുവപ്പ് മുളക്. ഇത് കണ്ടോ, ഇത് പാക്കറ്റ് വരുന്നതാണ്. കുറച്ച് ഒരു 100 ഗ്രാം 50 ഗ്രാമിൻ്റെ ചെറിയ പാക്കറ്റ് ഫോയിൽ ചെയ്ത് വരുന്നത്. അത് വീട്ടിലേക്ക് വാങ്ങിയതാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഉണക്കി അരിയിട്ട് കിളിപ്പിച്ച് ഇല ഏകദേശം വലിയ ചെടിയായി. ഈ ഒരു ചെടിയായപ്പോൾ ഈ പുഴുക്കൾ പിടിച്ച മാതിരി ഇലകൾ നിൽക്കുകയായിരുന്നു ചൂട് സമയത്ത്. അത് ഞാനിവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അപ്പം നമ്മൾ പിഴുത് കളയാൻ, ഇത് പിടിക്കത്തില്ല, മുളക് പിടിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിഴുത് കളയാനൊക്കെ ആയിട്ട് നിന്നാണ്. ഈ അസുഖം പിടിച്ച മാതിരി ഇല. അങ്ങനെ എന്തായാലും തണുപ്പായപ്പം അതിൻ്റെ സീസൺ അനുസരിച്ചിട്ട് ഇത് പിടിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. തണുപ്പായപ്പോൾ നല്ല മുളക് പിടിച്ചിരുന്നു. നല്ല മുളക് പിടിച്ചിട്ട് നമ്മളെന്ത് ചെയ്ത് അടുത്ത വിത്ത് ഇടാൻ വേണ്ടിയിട്ട് അത് നിർത്തി പഴുത്ത്. ഇപ്പോൾ അത് ഏകദേശം ഉണങ്ങി തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഞാൻ പിച്ചാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നിട്ട് ഇത് നമുക്കിനി അടുത്ത സീസണിലേക്ക് ഇത് പാകി പിടിപ്പിക്കാം. നല്ലപോലെ മുളക് പിടിക്കുന്നുണ്ട്. നല്ലപോലെ മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ മുളക് പിടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ നാട്ടിൽ പോലും ഞാൻ ഇതേപോലെ ഇത്ര മുളക് പിടിച്ച് കണ്ടിട്ടില്ല. ഇത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്ന റെഡ് മുളക്. ഇതാണ്, നല്ല റെഡായിരിക്കും. അത് നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്നതാണ്. ഈ ഇങ്ങനെ നീട്ട് മുളക് കുറച്ചൊരു 50 ഗ്രാം 100 ഗ്രാം 50 ഗ്രാം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ പാക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം പിച്ചി അടുത്ത വിത്തിനുള്ള മുളകാണ്. അപ്പോൾ ഇത് നല്ലപോലെ പാകിയാൽ ഉണ്ടാവും, നല്ലപോലെ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഈ നിൽക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഭയങ്കര ശല്യം. നാട്ടിലൊക്കെ ആണെങ്കിൽ വല്ലാത്ത അടി ഉണ്ടാക്കിയിരിക്കും, നാട്ടിലെങ്ങാനാണെങ്കിൽ. കാര്യം ഇത് പോകാവുന്ന വീടുകളിലെല്ലാം പോയി ചതഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പം നമ്മൾ അടച്ചിട്ടേക്കാണ്, ഗേറ്റ് അടച്ചിട്ടിട്ട് ഉള്ളിൽ തന്നെയാണ്. ഉള്ളിൽ നിർത്തിയാൽ ഇപ്പോൾ ഇടങ്ങേറെന്ന് വെച്ചാൽ ഫുള്ള് നമ്മുടെ ഇല മൊത്തം എന്ത് നട്ടാലും അത് ചതഞ്ഞ് ആകെ നാശമാക്കും. ഇതുണ്ട, ഏതാണ്ട് 7-8 പൂവൻകോഴി മാത്രമായിട്ടുണ്ട്. ബാക്കി 8 പിടക്കോഴി മുട്ടയിടുന്നുണ്ട്. മുട്ട അങ്ങനെ എടുക്കലില്ല. മുട്ട ഇത് വിരിയിക്കാൻ വേണ്ടി മുട്ട അങ്ങനെ തന്നെ വെച്ചിട്ട് ഇതുണ്ട, അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് മുട്ട, നാടൻ മുട്ട. നാട്ടിലൊക്കെ ആണെങ്കിൽ 5 രൂപയും മേളിലും വില ഉണ്ട് ഇപ്പോൾ. മുട്ട ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കലില്ല. ഇതെന്ത് ചെയ്യും, ഇതിങ്ങനെ തന്നെ ഇട്ടിട്ട് ഇത് തന്നെ വിരിയും. ഇത് കറിവേപ്പിലയാണ്. കറിവേപ്പില നല്ല മണമാണ്, നല്ല പോലെ കിളിച്ചിട്ടുണ്ട്. എന്താ വില്ലന്മാരാണ്, മാറി ചതഞ്ഞ് നാശമാക്കി ഇട്ടേക്കാണ്. ഇവിടെയൊക്കെ ഞാൻ മത്തനൊക്കെ നട്ടിരുന്നതാണ്. മത്തന് എല്ലാം ഉണ്ടായിരുന്നു. പണ്ട വഴുതനങ്ങ അതെന്തോ ഭാഗ്യത്തിന് കുറച്ച് പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത വിത്തിന് വേണ്ടിയിട്ട്, അടുത്ത സീസണിന് വേണ്ടി ഇട്ടേക്കാണ്. ഇതുണ്ട്, ഈ ഇലയെല്ലാം ഈ കോഴി കൊത്തി തിന്നുന്നതാണ്. ഈ മുളകിൻ്റെ ഇലയെല്ലാം കുറേ നശിപ്പിച്ച്. പിന്നെ ബാലൻസ് ഉള്ളതൊക്കെയാണ് ഈ നിൽക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കറ്റാർ വാഴയുണ്ട്. കറ്റാർ വാഴയൊക്കെ ഇപ്പോൾ വേണ്ട ഈ കോഴികൾ കൊത്തി തിന്നു തുടങ്ങി. ഏകദേശം ഇതുണ്ട്, നല്ലപോലെ കിളിച്ച് വന്നിരുന്ന കോഴി വീണ്ടും കൊത്തി തിന്നൽ തുടങ്ങി. മുരിങ്ങയുണ്ട്, മുരിങ്ങക്കായി നല്ല പിടിച്ചു വരുന്നുണ്ട്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല സീസണ്. ഇതാണ് മുരിങ്ങക്കായ്, നല്ല പിടിച്ച് പൂ പിടിക്കുന്നുണ്ട്, നല്ല പൂ പിടിച്ച് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സീസണിൽ നല്ല പോലെ പിടിച്ചിരുന്നു. ഇത് നമ്മുടെ സപ്പോർട്ടിക്ക നല്ലപോലെ പിടിച്ചിരുന്നു, നല്ല മധുരമാണ്. പക്ഷേ പഴുക്കണമെന്നല്ല, അതിൻ്റെ ഇടയ്ക്കൊരു
ഒരു തേനീച്ചക്കൂട്ടമുണ്ട്, അത് നമ്മളിങ്ങനെ നിർത്തിയേക്കാണ്. തേനായിട്ട് ഇതിൻ്റെ സീസൺ അനുസരിച്ച് എടുക്കാമെന്ന് വെച്ചിട്ട്. ഇതാണ് നമ്മുടെ ദുബായിലെ നമ്മുടെ ലോകം. കോഴി മുട്ടയിടാനിരിപ്പുണ്ടോ? കുറേ മുട്ടയിട്ടതുണ്ടായിരുന്നു. ഇതിപ്പം ഈ തീറ്റി കുറവായത് കാരണം കൊണ്ട് ഇരുന്ന മുട്ട അതങ്ങ് കൊത്തി കുടിക്കുക. ഇതാണ് എൻ്റെ റൂം. അത് നമ്മുടെ ഒരു സൈക്കിളാണ്, പുറത്തുനിന്ന് നമ്മളൊരു സഹോദരൻ തന്നെയാണ്. അത് പിന്നെ നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ റൂം, ഗേറ്റിനോട് ചേർന്ന് തന്നെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കുറേ സ്ക്രാപ്പ് ഐറ്റങ്ങൾ എടുത്തിട്ടേക്കാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സൈക്കിളും ഒക്കെ ഉണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ തൈകൾ കിളിച്ച് വരുന്നുണ്ട്. ഇത് നമ്മൾ നട്ട കറ്റാറ് വാഴ ചെടികളാണ്, പക്ഷെ അത് അധികം അങ്ങോട്ട് മേലേക്ക് വരുന്നില്ല, എന്താണെന്നറിയില്ല. ഉള്ളിൽ നിൽക്കുന്നതൊക്കെ നല്ലപോലെ പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെള്ളത്തിൻ്റെ കുറവാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു മുരിങ്ങ, ഇത് പുറത്ത് നിൽക്കുന്ന മുരിങ്ങയാണ്. ഇതിൽ മുരിങ്ങ പിടിച്ചാൽ ഞങ്ങൾ കഴിക്കലുണ്ടാവില്ല, പുറത്ത് പോകുന്നവരും വരുന്നവരും ഒക്കെ നല്ലപോലെ പിച്ചി തിന്നുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പൂത്തിട്ടില്ല. ഞാൻ ഫുള്ള് കമ്പ് കോതി നിർത്തിയിരുന്നതാണ്. ഇപ്പം ഇലയെല്ലാം ആയിട്ടുണ്ട്. മിക്കവാറും സീസൺ ആയിട്ടുണ്ടാവില്ല. ഇത് ചിലപ്പം കുറച്ച് വൈകിട്ടായിരിക്കും ഇതിൻ്റെ പൂക്കലുണ്ടാവുക. പിന്നെ ഈന്തപ്പഴ മരം, ഇതിപ്പോൾ ഞാൻ കുറച്ച് വിളവെടുത്തതാണ്. ഇനിയിപ്പോൾ ഇത് ഉണക്കി ഇതിൻ്റെ വിത്ത് പാകണം. പിന്നെ കുറച്ച് നമ്മുടെ തുളസി ഇല ഉണ്ട്. കുറച്ച് തക്കാളി കൊണ്ടിടുന്നതാണ്. തക്കാളി അങ്ങനെ കിളിച്ച് വരുന്നുണ്ട്. ഇതങ്ങനെ നമ്മൾ ചുമ്മാതെ തക്കാളി ഈ വേസ്റ്റായപ്പോൾ പഴുത്ത് കഴിഞ്ഞപ്പോൾ കൊണ്ടിട്ടതാണ്. അത് കുറേ തക്കാളി ചെടി കിളിച്ചിട്ടുണ്ട്. ഇനി അത് നടണമെന്നുണ്ട്, പക്ഷേ ഇവിടെ കോഴിയുടെ ശല്യം ആയതുകൊണ്ടാണ്. ഇത് പിന്നെ നമ്മുടെ കാട്ടു തുളസി, പനി തുളസിയോ അങ്ങനെ എന്തൊക്കെയോ പറയുമല്ലോ ഇതിന്. പിന്നെ കുറച്ച് കടല ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കടല, അത് കുറേ കിളിച്ച് ഇനിയിപ്പോൾ അതും വിത്തിന് എടുക്കണം. അത് പച്ചക്കടല പിടിച്ച് കിടക്കുന്നുണ്ട്. ഇത് വിളവെടുത്ത് കഴിഞ്ഞിട്ട് മേടത്തിന് ഇതൊരു അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ വലിയ മേടം കണ്ടിട്ടില്ല. മേടത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇട്ടേക്കാണ്. കടല പിടിച്ചെടുക്കുന്നുണ്ട്, പച്ചക്കടല. ഇന്ന് മീൻ ചുട്ടതാണ് ഇന്ന് സ്പെഷ്യൽ. ഇവിടെ ചേച്ചി മീൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. സീബ്രീമാണ്. കുറച്ച് മുളകേ പിച്ചി എടുത്താണ്ട. അതെ, ഞാനൊരു കവർ എടുത്തോണ്ട് പോയിട്ട് പിച്ചണം. അപ്പം നമ്മൾ കൂടെയായിട്ട് വന്നിട്ടുണ്ട്. കൂടെയായിട്ട് എല്ലാം പിച്ചി എടുക്കാമെന്ന് വെച്ചിട്ട് ഒന്നാണ്. ഉണങ്ങി വന്നേക്ക പിച്ചെടുക്കണം. ഇത് അടുത്ത വർഷത്തേക്ക് ഇനി നമുക്ക് വിത്താക്കിയിട്ട് നല്ലപോലെ നടണം. ഇനിയിപ്പോൾ ഞാൻ ഈ കോഴി ശല്യം എന്ത് ചെയ്തു ഉള്ള അടച്ചിട്ട് പുറത്തു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്ക് വയ്യ അയലത്തുകാരുമായിട്ട് ഇടിയ ഉണ്ടാക്കാൻ. നാട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അറബി ഇടിയ ഉണ്ടാക്കാം. അപ്പോൾ പുറത്തേക്കൊന്നും കളിക്കേണ്ട, അകത്തു നിന്നുള്ള കളി മതി. കോഴി വലിയ ശല്യമാണ്. അടുത്ത വീടുകളിലൊക്കെ പോയി ചതഞ്ഞ് നാശമാക്കും. അറബികൾ ഇടി ഉണ്ടാക്കാൻ പറ്റും. നാട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് അടുത്ത വർഷത്തേക്ക് നല്ലപോലെ ഇത് ഉണക്കിയെടുത്ത് എന്ത് ചെയ്യും, നടണം നല്ലപോലെ. ഇവരെയാണ് പേടി. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫുള്ള് ഇവിടെ മറച്ചിട്ട് ഞാൻ കൃഷി നടാൻ പോവാം കേട്ടോ. കോഴികളാണ്, പേരില്ല. ഇതേ ശല്യങ്ങളാണ്. ഇടയ്ക്ക് 2-3 എണ്ണത്തിന് നമ്മൾ തട്ടിത്തിന്നു. ഇന്നലെ ഒരെണ്ണം മരിച്ചുപോയി, ഒരു പൂവൻ കോഴി.
ചാടിപ്പോയി. കഥവ് തുറന്നു. അങ്ങനെ മുളക് വിളവെടുത്തു. ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇനിയുണ്ട്. അത് പച്ചയാണ്, ഇനി പഴുക്കണം. കുറേ പഴുത്തേ ഉണ്ട്, പക്ഷെ അത് ഞാൻ ഉണങ്ങട്ടെന്ന് വെച്ചിട്ട് നിർത്തിയേക്കാണ്. ഇതാണ്ട് ഇതുണ്ട്, ഇത് നമ്മുടെ കോഴിക്കൂട്ടങ്ങൾ. ആ കൂടി ബഹളമാണ്, ഒന്നും പറയണ്ട എൻ്റെ മോനെ. അടി ഇടി തന്നെ ഇത് ഫുള്ള് ഇവിടെ.